ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ഫുള്ള് നമ്മൾ വീഡിയോസ് ഇട്ട് തീർത്തായിരുന്നു. ലാസ്റ്റ് വീഡിയോയും നമ്മൾ ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ ചെയ്യുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 1 നമ്മൾ തുടങ്ങുവാണ്. നമ്മൾ 6ാം ക്ലാസ് ഇടണോ 5ാം ക്ലാസ് ഇടണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പോകാമെന്ന് ഓർത്തു. അപ്പം ഇന്ന് തുടങ്ങാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5ൻ്റെ ചാപ്റ്റർ 1 പീരിയോഡ് ഗ്രാമമാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ഏത്? ഗ്രാമങ്ങളാണോ, അങ്ങാടികളാണോ, ചേരികളാണോ? വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലകളാണ് ഏത്? ചേരികൾ എന്ന് പറയുന്നത് കേട്ടോ, ചേരികൾ. അതുപോലെ തന്നെ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും അതുപോലെ തന്നെ വിൽക്കുന്നതിനും ജനങ്ങൾ പതിവായി എത്തുന്ന സ്ഥലങ്ങൾ അന്തിച്ചന്തയാണോ, ആഴ്ചച്ചന്തയാണോ, വിപണിയാണോ? അതെ, വിപണിയാണ് ഉത്തരം കേട്ടോ, വിപണി. താങ്കളുടെ സാധനങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമത്തിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാനുമായി അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഒത്തുചേരുന്നു. അതിനെ പറയുന്ന പേരെന്താണ്? അന്തിച്ചന്തയാണോ, ആഴ്ചച്ചന്തയാണോ, വിപണിയാണോ? അതെ, ആഴ്ചച്ചന്തയാണല്ലേ, ആഴ്ചച്ചന്തയാണ് ഉത്തരം. തങ്ങളുടെ സാധനങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമത്തിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാനുമായി അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ആഴ്ചച്ചന്ത. ഇനി വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവം ഉള്ള സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ വരാന്ത വിപണിക്ക് മുഖ്യ സ്ഥാനമുണ്ട് എന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ? അതെ, ശരിയായില്ലേ. വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള അതുപോലെ തന്നെ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ വരാന്ത വിപണിക്ക് മുഖ്യ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ ഉണ്ടാകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നോക്കുക കേട്ടോ. എന്താണ്? അന്തിച്ചന്തയാണോ, അന്തിവിപണിയാണോ, അന്തിക്കച്ചവടമാണോ? അതെ, അന്തിച്ചന്തയായില്ലേ, വൈകുന്നേരങ്ങളിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാളപ്പുട്ട് മത്സരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാളപ്പുട്ട് മത്സരം എന്താണ്? കൃഷിയാണോ, ഓണമാണോ, ദീപാവലിയാണോ, ക്രിസ്മസ് ആണോ? കാളപ്പുട്ട് മത്സരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാളപ്പൂട്ടാണ് കേട്ടോ. കാളപ്പുട്ട് മത്സരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാളപ്പുട്ട് മത്സരം കൃഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാളപ്പുട്ട് മത്സരം കൃഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത്, സാമൂഹിക ശാസ്ത്രജ്ഞരുടെ കാഴ്ചപ്പാടിൽ സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനമാണ് വിപണി. ഇത് ശരിയാണോ തെറ്റാണോ? അതെ, ശരിയാണല്ലേ. എന്താണ്? സാമൂഹിക ശാസ്ത്രജ്ഞരുടെ കാഴ്ചപ്പാടിൽ സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനമാണ് വിപണി എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനിയും രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ, സി യു.